പ്രിയപ്പെട്ടവരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥികൾക്ക് നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട വോട്ടുകൾ നൽകി അവരെ ഒന്നിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യ കേരളത്തിന്റെ അമരനായകൻ, നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയുടെ പ്രതീകമായ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഭൂമിവാദിക്കൽ എത്തിച്ചേരുകയാണ്. പ്രിയങ്കരനായ സതീശന് വാണിമേലുള്ള പൗരാവലി നൽകുന്ന സ്നേഹവായ്പയുടെ പ്രതീകമായ പടുകൂറ്റൻ ഡാലിയില ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നീണ്ട 20 വർഷക്കാലമായി വാണിമേലിന് അഭിമാനകരമായ അനുഭവങ്ങൾ സമ്മാനിച്ച ഭരണപ്രക്രിയക്ക് നേതൃത്വം കൊടുത്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയ്ക്ക് നിങ്ങളുടെ പിന്തുണയുണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യ കേരളത്തിന്റെ സമരനായകൻ ഭരണപ്രക്രിയയുടെ തുടർച്ചയ്ക്ക് നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട പിന്തുണയുണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യ കേരളത്തിന്റെ സമരനായകൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഭൂവിവാദിക്കൽ എത്തിച്ചേരുകയാണ്. പ്രിയങ്കരനായ VD സതീശന് വാണിമേലുള്ള പൗരാവലി നൽകുന്ന സ്നേഹോഷ്മളമായ ഭരണത്തിന്റെ പ്രതീകമായ പടുകൂറ്റൻ ഡാലിയില ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നീണ്ട 20 വർഷത്തിലേറെക്കാലമായി വാണിമേലിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, വാണിമേലിന്റെ വികസന സ്വപ്നങ്ങൾക്ക് 1000 മഴകുള്ള നിറച്ചപ്പിൽ സമ്മാനിച്ച വാണിമേലിന്റെ മുഖച്ഛായ മാറ്റിയ വാണിമേലിന്റെ പ്രതീക്ഷയുടെ പ്രതീകമായ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥികൾക്ക് നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട വോട്ടുകൾ നൽകി അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യ കേരളത്തിന്റെ സമരനായകൻ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയുടെ പ്രതീകമായ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതാ പ്രിയങ്കരനായ VD സതീശൻ ജനാധിപത്യ ജനങ്ങൾക്കൊപ്പം മുക്തയും നിൽക്കാനുള്ള വാണിമേലിന്റെ ഹൃദയഭൂമിയിലേക്ക് കടന്നു വരികണമേ. നിങ്ങൾ ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ്. ഡിസംബർ 11 പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ പോകുമ്പോൾ നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് 14ാമത്തെ ജില്ലയിലാണ് എൻ്റെ പര്യടനം ഇവിടെ പൂർത്തിയാക്കുന്നത്. 13 ജില്ലകളിലെയും പര്യടനം നടത്തിയപ്പോൾ സ്ഥാനാർത്ഥികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് ഉണ്ടായ ബോധ്യം, ജനങ്ങൾ സാധാരണ ഗവൺമെൻറ്റുകളെയൊക്കെ എതിർപ്പുണ്ടാകാറുണ്ട്. ജനങ്ങൾക്ക് നമ്മുടെ ഗവൺമെൻറ്റുകളോടൊക്കെ ചിലപ്പോൾ പല കാരണങ്ങളുടെ പേരിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ. UDF 15 ദിവസക്കാലം മുമ്പ് അവതരിപ്പിച്ച ഒരു കുറ്റപത്രം, ഞാൻ കരുതുന്നത് അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ്, വിചാരണ ചെയ്യപ്പെടുകയാണ്. നമ്മൾ 3 കൊല്ലക്കാലം മുമ്പ് പ്രതിപക്ഷം പറഞ്ഞു, എന്താ പറഞ്ഞത്? കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇന്ന് കാലം അത് ശരിവെച്ചിരിക്കുകയാണ്. ശബരിമലയിലെ ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പം വരെ മോഷ്ടിച്ച കള്ളന്മാരുടെ കൂടാരമാണ് CPM. എന്താ പറഞ്ഞത്? ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അന്ന് നമ്മൾ പറഞ്ഞു ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അറിയപ്പെടുന്ന CPM നേതാക്കളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളായ 2 ഉന്നതരായ CPM നേതാക്കൾ, ഒരു മുൻ MLA അടക്കം 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ,
അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലില്ല. എന്നിട്ട് ആ ഗോവിന്ദൻ പറയാണ് ഒരു നടപടി എടുക്കില്ല അവർക്കെതിരെ. സംസ്ഥാനത്ത് ഏറ്റവും നല്ല തൊലിക്കെട്ടിക്ക് ഒരു അവാർഡ് കൊടുത്താൽ അത് ആ ഗോവിന്ദന് കൊടുക്കും. കാരണം അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി തെളിവുകൾ ഹാജരാക്കി കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി കോടതി റിമാൻഡ് ചെയ്ത് ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ ജാമ്യം തള്ളിയ കേസാണ്. നടപടി എന്താ പേടിയാ? നടപടി എടുത്താൽ അവര് വേറെ നേതാക്കന്മാരുടെ പേര് പറയും. അതാണ് പേടി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ജയിലിലേക്ക് പോകുന്ന CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കുറേ പേര് കൂടി അവിടെ എത്തിച്ചേരാനുണ്ട്. ഇവിടെ ഈ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ കട്ട ആളുകൾ നമ്മുടെ ഖജനാവ് എങ്ങനെ കൊള്ളയടിച്ചാണെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പൊ അവിടെ ഒന്നുമില്ല. ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു, ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്. കാരണം പൂച്ച പെടുന്ന സ്ഥലം കണ്ടിട്ടുണ്ട്. ആരും വരാത്ത, ആരും കയറാത്ത, ഒരു ശല്യമില്ലാത്ത സ്ഥലത്തെ പൂച്ച പ്രസവിക്കുള്ളൂ. ഇപ്പൊ കേരളത്തിൽ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ? കേരളത്തിന്റെ ഖജനാവ. ഒന്നാം സ്ഥാനം എന്ന് പറയണം കേരളത്തിന്. എന്തിനാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. 10 മാസമായി ആർക്കും വിട്ടു കൊടുത്തിട്ടില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2200 കോടിയാണ്. 2200 കോടി. എല്ലാ വെളിച്ചെണ്ണയ്ക്ക് 4 ഇരട്ടി വിലയായി, പഞ്ചസാരയ്ക്ക് ഇരട്ടിയായി, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി, പച്ചക്കറിയുടെ വില കൂടി. മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാരും ഇല്ല, സപ്ലൈകോയിലും ആരുമില്ല. ഇതാണ് സ്ഥിതി. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ ഒന്നും മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ സർജറിക്ക് പോണവൻ നൂല്, സൂചി, കത്രിയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ ഒരു സർജറിക്ക് ചെന്നപ്പോൾ പഞ്ഞിയും കൂടി മേടിക്കാൻ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരാൾ ഒരു പൊതുയോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിച്ചു, സാറേ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ വടിയായി പോകും, മരിച്ചു പോകും. അപ്പം മൂക്കി പഞ്ഞി വെച്ച് തിരിച്ചു പോരണ്ടേ, ആ പഞ്ഞി നമ്മൾ മേടിച്ചുകൊണ്ട് പോകണം. ആ സ്ഥിതിയാണ് മെഡിക്കൽ കോളേജിൽ. പഞ്ഞി പോലും ഇല്ല. കോടിക്കണക്കിന് രൂപയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാറ്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി 1800 കോടി കൊടുക്കാനുണ്ട്. എല്ലാ സ്ഥലത്തുമാണ്. നമ്മള് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കിയാണ് നമ്മുടെ ഗവൺമെന്റ്. 1000 കോടി നഷ്ടം കുറച്ചു, 1000 കോടിയാക്കി കുറച്ചു. 1000 കോടി ഉണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ നഷ്ടം ഇപ്പൊ എത്രയാണെന്നറിയാം? ഞെട്ടരുത്, 50,000 കോടി. അത്രേ പറ്റുള്ളൂ. നമ്മൾ ചിരിക്കുകയാണ്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമത് കൂട്ടാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുക. മനസ്സിലായി? വാട്ടർ അതോറിറ്റി 5000 കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്. PWD 15000 കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. പിണറായി വിജയൻ മാർച്ചിൽ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മലയാളികളുടെ തലയിൽ, നമ്മുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. നെല്ല് സംഭരിക്കാൻ ആളില്ല. നാളികേര സംഭരണം വല്ലതും നടക്കുന്നുണ്ടോ? എല്ലാ കാർഷിക മേഖല തകർന്നു. തീരദേശത്ത് പട്ടിണിയും വറുതിയുമാണ്. മണ്ണെണ്ണയ്ക്ക് സബ്സിഡി ഇല്ല. പട്ടികജാതി കുട്ടികൾക്ക് ഗ്രാൻസ് കൊടുക്കുന്നില്ല. കുട്ടികൾ പഠിത്തം നിർത്തി വരിക. ആശാ വർക്കർമാർ സമരത്തിലാണ്. അംഗൻവാടി ജീവനക്കാർ സങ്കടത്തിലാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. വിദ്യാഭ്യാസ രംഗത്ത് 9 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഇല്ല, 66 കോളേജിൽ പ്രിൻസിപ്പൽ ഇല്ല. എല്ലാ ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, എല്ലാ രംഗങ്ങളും തകർന്നു. ഇപ്പൊ ഡിസംബർ മാസമായി. ഈ വർഷത്തിലെ 3 ക്വാർട്ടർ കഴിഞ്ഞു അല്ലേ? 9 മാസം കഴിഞ്ഞു. ആകെ ലോക്കൽ ബോഡിയിലേക്കുള്ള ചെലവ് എത്രയാ പൈസ കൊടുത്തേക്കണെന്നറിയോ? 27%. 27% പൈസ കൊടുത്തിട്ടില്ല. ഇന്നത്തെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. 27%. അപ്പോൾ ഫണ്ട് എവിടെ? കഴിഞ്ഞ പ്രാവശ്യം 50% പ്ലാൻ കട്ടാണ്. ലോക്കൽ ബോഡിക്ക് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആദ്യത്തെ ഗഡു കൊടുത്തു. 3 ഗഡുവായിട്ടാണ് കൊടുക്കേണ്ടത് സർക്കാർ. 2ാമത്തെ ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിലാണ് കൊടുത്തു. കിട്ടിയപ്പോൾ സന്തോഷമായി പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ. പക്ഷെ പിറ്റേ ദിവസം ട്രഷറി നിയന്ത്രണം. കാരണം പൈസ മാറാൻ പറ്റൂല, 5 ലക്ഷത്തിൽ കൂടുതൽ. അപ്പൊ കൊടുത്തത് തീർന്നില്ലേ? പിന്നെ മാർച്ച് 23-ാം തീയതി 3ാം ഗഡു കൊടുത്തു. പക്ഷെ മാർച്ച് 22-ാം തീയതി ട്രഷറി പൂട്ടി.
ഞങ്ങൾ ദേവസഭയെ പറഞ്ഞു അലഭ്യ ലഭ്യശ്രീ യോഗം എന്ന് പറയും. സാധനം ഉണ്ടോ? ഉണ്ട്. എന്നാ ഇല്ല. ചിലരുടെ ജാതകം ഉണ്ടാവും. ജാതകം തുറക്കുമ്പോൾ തന്നെ രാജയോഗം എന്ന് എഴുതി കാണും. ഭയങ്കര സന്തോഷവും. രാജാക്കന്മാരെ പോലെയല്ലേ ജീവിക്കാൻ പറ്റും. 3-4 പേജ് കഴിയുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യമാണ് പഞ്ചായത്തുകളുടെ സ്ഥിതി. പഞ്ചായത്തുകളെയൊക്കെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമായിരുന്നു ഗവൺമെന്റ്. ഖജനാവ് മുഴുവൻ കാലിയാക്കി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ്. എന്നിട്ട് പോണ പോക്കിൽ കിട്ടുന്നത് കൂടി അടിച്ചു മാറ്റുവാണ്. മോഹൻലാലിന് ഒരു അവാർഡ് കിട്ടി, സ്വീകരണം, നല്ല കാര്യമാണ്. ചെലവ് എത്രയാണെന്ന് അറിയാം? 1.5 കോടി. ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഇടയ്ക്ക് പിണറായി വിജയൻ ഒരു ഭക്തി വന്നു, കപട ഭക്തി. പെട്ടെന്ന് തെരഞ്ഞെടുപ്പിനെ പറ്റി ഓർത്തപ്പോഴാണ് വന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പിണറായി വിജയന്റെ പ്രസംഗം കേട്ടിട്ട് ഭയങ്കര ഭക്തനെ പോലെ തത്വമസി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയാണ്. പക്ഷെ അത് പറഞ്ഞ് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് ഹൈക്കോടതി മറ്റേ സ്വർണ്ണക്കൊള്ളയുടെ കേസ് പുറത്തു കൊണ്ടുവന്നു. ആകെ 600 പേരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. ചെലവ് എത്രയാണ്? 8 കോടി രൂപ. അതിൽ നിന്ന് വരെ അടിച്ചു മാറ്റി. ഇനി അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം കേരളത്തിന് ദരിദ്രരായിട്ടുള്ള ഒറ്റ ആളും ഇല്ലാട്ടോ. ഇവന്മാര് തന്നെ 2021 പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പരമദരിദ്രർ 4.5 ലക്ഷം പേരുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതീവ ദരിദ്രർ 6 ലക്ഷം പേരുണ്ടെന്ന് പറഞ്ഞു. ഇവരെ എവിടെ നിന്ന് കണ്ടുപിടിച്ചെന്ന് അറിയില്ല. 64,000 പേരെ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, പ്രഖ്യാപനം. അതിന്റെ പ്രഖ്യാപനത്തിന്റെ ചെലവ് എത്രയെന്നറിയാം? പരസ്യത്തിന് 15 കോടി, യോഗം വിളിക്കാൻ 2.5 കോടി. എവിടെ? ഞാൻ പറഞ്ഞില്ല, കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന സർക്കാർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും പിണറായി 3 വരും. ഞാൻ എല്ലാം ഇവരോടൊക്കെ പറഞ്ഞു അത് പറയണം, നമുക്ക് നല്ലതാണ്. അത് പറയുമ്പോഴേക്കും ആളുകൾക്ക് പേടിയ, ദൈവമേ ഇവന്മാര് വീണ്ടും വരുമോ അല്ലേ? ഇതുപോലൊരു മുദ്രാവാക്യം പണ്ട് 1977 ഞാനൊക്കെ സ്കൂളിൽ പഠിക്കും, ഒരു മുദ്രാവാക്യം ഉണ്ടായി. ഈ പിണറായി 3 പോലെ CPM ഒരു മുദ്രാവാക്യം ഉണ്ടായി. 57-ൽ EMS, 67-ൽ EMS, 77-ലും EMS. അതായത് 57-ലും 67-ലും മുഖ്യമന്ത്രിയായ EMS 77-ലും മുഖ്യമന്ത്രിയാവും. ഒരു മുദ്രാവാക്യം. എന്താ 77-ൽ സംഭവിച്ചത്? കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി. 140-ൽ 111 സീറ്റ് നേടി. UDF അധികാരത്തിൽ വന്നു. CK കരുണാകരൻ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് തന്നെ 2026-ലും വരും. 2026. ഇപ്പൊ എന്താ പിണറായി വിജയന്റെ മെയിൻ പരിപാടി? ഡൽഹി ചെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുമ്പിട്ട് നിൽക്കുക. അവരെവിടെ ഒപ്പിടാൻ പറഞ്ഞാൽ അപ്പൊ ഒപ്പിട്ട് കൊടുക്കും. PMCയിൽ ഒപ്പിടാൻ പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല, സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല, LDF അറിഞ്ഞില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല. ഒപ്പിട്ടിട്ട് പോരുവാണ്. പിന്നെ അവരതിന് നന്ദി കാണിച്ചു. പിണറായി വിജയന്റെ SNC ലാവ്ലിൻ കേസ് 37 പ്രാവശ്യമാണ് CBI കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചു. എല്ലാ പ്രാവശ്യവും ഈ കേസെടുക്കുമ്പോൾ CBIയുടെ വക്കീലിന് പനി വരും. ഇനി ജനുവരിയിൽ വെച്ചിട്ടുണ്ട് ആ കേസ്. ഇപ്പൊ ഡിസംബറിലായല്ലോ. ഞാൻ ഇപ്പോഴേ പറയുന്ന അന്നും പനിയായിരിക്കും, കേസെടുക്കൂല. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്നും പറഞ്ഞ പോലെയല്ല, പ്രവീണൊന്നും പറഞ്ഞ പോലെയല്ല. പിണറായി വിജയനൊരു ഗുണമുണ്ട്. നമ്മളെല്ലാവരെ പറ്റി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് സഹായിച്ച അങ്ങോട്ട് സഹായിച്ചു. ഇപ്പൊ പിണറായി വിജയനെ BJPക്കാർ ഇങ്ങോട്ട് സഹായിച്ചു. അപ്പൊ പിണറായി എന്ത് ചെയ്തു? ആ കൊടകര കുഴൽപ്പണ കേസ് വന്നാണ്. ആ സുരേന്ദ്രൻ അടക്കം പ്രതിയായി പോകൊണ്ടാണ് ജയിലിൽ ആക്കിയില്ല. അതാണ് ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും. BJPക്കാരെ തിരിച്ച് സഹായിച്ചു. ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആ സുരേഷ് ഗോപി എങ്ങനെയും ജയിപ്പിക്കണമെന്ന്. ജയിപ്പിച്ചേക്കാന്ന് പറഞ്ഞു. അതിനെന്ത് ചെയ്തു? പോലീസിനെ വിട്ട് പൂരം കലക്കി, തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു. അതാണ് വ്യത്യാസം. ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടം. അതെന്താ കാര്യം എന്നറിയാം? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇവരാരെങ്കിലും ഈ സുബൈറോ അബീബ് ആരെങ്കിലും വിചാരിച്ചാൽ അത് മായ്ച്ചളയാൻ പറ്റുമോ? ചരിത്രത്തിൽ നിന്ന് മായ്ച്ചളയാൻ പറ്റുമോ? അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലേ? ഇനി ഒരു ചരിത്രവും കൂടി വരും. കേരളത്തിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അത് പിണറായി വിജയൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം. ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ സാധനത്തിനെ കുഴിച്ച് മൂടിയിട്ടേ പോകുള്ളൂ. എനിക്ക് ഈ സ്ഥാനാർത്ഥികളോടും പ്രധാന പ്രവർത്തകരോടും പറയാനുള്ളത്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോ. അവര് നമുക്ക് വോട്ട് ചെയ്യാൻ പോണ പ്രാവശ്യം. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരുണ്ട്, പാർട്ടിക്കാരെന്നല്ല. ഇടതുപക്ഷം വന്നാൽ നല്ലതായിരിക്കും
ഇടതുപക്ഷം ഈ നാടിന് മാറ്റം ഉണ്ടാക്കും, ഇടതുപക്ഷം ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കും, നല്ല പദ്ധതികൾ എന്നതൊക്കെ പണ്ട് മുതലേ വിചാരിച്ചിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന കുറേ നല്ല മനുഷ്യരാണ്. അവരെല്ലാവരും കാണുമ്പോൾ നിങ്ങൾ ചിരിച്ചോ? കാരണം അവർക്ക് മനസ്സിലായി അവരെല്ലാവരും നമുക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2026 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കോഴിക്കോട് ജില്ല, ഈ പഞ്ചായത്ത്, ഈ നിയോജകമണ്ഡലം, അവിടെയെല്ലാം UDFന്റെ കൊടിക്കൂറ മാറിപ്പറക്കണം. എല്ലായിടത്തും ഈ സീറ്റടക്കം ഈ നിയമസഭാ സീറ്റിൽ നിന്ന് നിരവധി വർഷങ്ങൾക്ക് ശേഷം ഒരു UDF MLA ഉണ്ടാകും. ഞാൻ ഈ മഹായുദ്ധത്തിന് 2026 ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇന്ധനം നൽകേണ്ടത്, ഞങ്ങൾക്ക് ഊർജം നൽകേണ്ടത് നിങ്ങളാണ്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഉജ്ജ്വലമായ വിജയം. ഏത് വാർഡ് കീറി മുറിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതുവരെ നമുക്ക് കിട്ടാത്ത ബ്ലോക്ക് പഞ്ചായത്ത് വരെ ഈ പ്രാവശ്യം നമുക്ക് എല്ലായിടത്തും, ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും കേരളമുടനീളം വലിയ വ്യത്യാസം. അന്തിമമായ വിജയം നമ്മുടേതാണ്. അത് നമ്മുടേത് മാത്രമാക്കി മാറ്റാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായാണ്.